പത്തനംതിട്ട ജില്ലയിൽ LDFന്റെ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല. ഇപ്പോൾ നമ്മോടൊപ്പം KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധുവാണുള്ളത്. എങ്ങനെയാണ് 5 മണ്ഡലങ്ങളിലും UDFന്റെ സാധ്യത ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും? ഞങ്ങൾക്ക് പത്തനംതിട്ടയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളും ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അതിന് കാരണം തുടർഭരണമുണ്ടായി 10 വർഷമായിട്ട് ഈ ജില്ലയ്ക്ക് ദീർഘകാലമായ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ ഇവിടുത്തെ MLA-മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഗവൺമെൻറ് ഒരു നൂതനമായ വികസന പദ്ധതിയും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അവർ തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം ഈ 5 ഇടങ്ങളിലും ഒന്നുകിൽ പാതി വഴി അല്ലെങ്കിൽ നിലച്ച് ഇല്ലാതായിപ്പോയി. ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. അവർ കഴിഞ്ഞ ദിവസം തന്നെ അവർ റോഡ് ഷോ ഉൾപ്പെടെ തുടങ്ങിക്കഴിഞ്ഞു. UDFന്റെ വൈകുകയാണ്. അത് UDFന് പിന്നോട്ടടിക്കുമോ? ഇല്ല, ഞങ്ങൾ UDF എന്നുള്ള നിലയിലും കോൺഗ്രസ് എന്നുള്ള നിലയിലും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും ഘടകങ്ങളും നല്ല പ്രവർത്തനങ്ങൾ താഴ്ത്തട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം ഇന്നും നാളെയായിട്ടൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വളരെ നേരത്തെ വന്നു. അതിലൊരു അട്രാക്ഷനും ഇല്ല, ഒരു പുതുമയില്ല. അവർ പഴയ ആൾക്കാർ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പം അതിലൊരു ജനങ്ങൾക്ക് യാതൊരു കൗതുകമോ ഒരാവേശമോ ഉണ്ടാക്കുന്ന ഒന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജില്ലയ്ക്കകത്ത് ഉള്ള സ്ഥാനാർത്ഥികൾ തന്നെ വേണം, ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പറഞ്ഞ് DCC ഓഫീസിന്റെ പ്രധാനപ്പെട്ട വാതിലിൽ പോലും നോട്ടീസ് പതിപ്പിച്ച സംഭവമുണ്ടായി. അങ്ങനെയുള്ള ഈ ഉള്ളിൽ തന്നെയുള്ള പോര് UDFന്റെ സാധ്യത കുറയ്ക്കില്ലേ? നോ കമന്റ്സ്. എങ്ങനെയാണ് എന്നത്തേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സ്ഥാനാർത്ഥി നിർണയം ഉടൻ തന്നെ ഉണ്ടാകും. അതെല്ലാം അന്തിമ ഘട്ടത്തിലാണ്. ഞങ്ങൾക്കൊരു പ്രോസസ്സുണ്ട് കോൺഗ്രസിന്. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത്. അത് പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിക്കും. ആ സ്ഥാനാർത്ഥികളെ പാർട്ടി പ്രവർത്തകന്മാരും പാർട്ടി ഘടകങ്ങളും അംഗീകരിക്കും. അത് വളരെ വേഗം സംഭവിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. AICC തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികൾ അത് 5 മണ്ഡലങ്ങളിലും UDF പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു തർക്കത്തിനും ഇടയാക്കില്ല. അത് അംഗീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കേരളത്തിലെ CPM പാർട്ടിക്കകത്ത് മുൻ മന്ത്രിമാർ പാർട്ടി വിട്ടു പോകുന്നു, റിബലായി മത്സരിക്കുന്നു. അതല്ലേ വാർത്ത? കോൺഗ്രസിനകത്ത് എന്നും ഇതുപോലെയൊക്കെയുള്ള ചില വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാറുണ്ട്. പഴയ കാലത്തിൻ്റെ 100-1 പോലും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത. അതാണ്. അപ്പോൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം. ഇപ്പോൾ വിപരീത പ്രവർത്തനവും റിബൽ ശല്യവും CPM-നകത്താണ് കൂടുതൽ. G. സുധാകരൻ മുൻ മന്ത്രി, CPI-യുടെ മുൻ MLA, ഇവരൊക്കെ പാർട്ടി മാറി അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കണം. അതാണ് വാർത്ത. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധുവിന്റെ പേര് ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എവിടെയായിരിക്കും സ്ഥാനാർത്ഥിയാകാൻ സാധ്യത? അറിയില്ല, ഒരു സൂചന കിട്ടിയിട്ടില്ല, അറിയില്ല. ഏതായാലും 5 മണ്ഡലങ്ങളിലും UDFന് വലിയ വിജയമുണ്ടാകുമെന്നാണ് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകി വന്നാൽ പോലും അത് UDFന്റെ സാധ്യതകളെ ഇല്ലാതാക്കില്ല എന്നും പഴകുളം മധു വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജിക്കോടുമൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.